സ്വന്തം അമ്മ തന്നെയാണ് ശ്രീജേഷിനോട് പറഞ്ഞത്. എടാ, എൻ്റെ കൂട്ടുകാരിയും കൊണ്ട് നീ ചെന്നൈ വരെ ഒന്ന് പോകണം കേട്ടോ. അവളുടെ വീട്ടിൽ ഇപ്പോൾ അവളെ കൊണ്ടുപോകാൻ ആരുമില്ല. ഈ കഥ തുടക്കം കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും, ബാക്കി എന്താണെന്ന് എനിക്കറിയാം. പക്ഷേ ഒരു കഥയും അങ്ങനെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആണെന്ന് വിചാരിക്കേണ്ട. അതൊന്ന് കേട്ട് നോക്കിയാലേ അറിയുള്ളൂ എന്താണെന്ന്. എന്തായാലും ശ്രീജേഷിൻ്റെ മേലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് ശ്രീജേഷ്, 25 വയസ്സുണ്ട്. ഞാനിപ്പോഴും ഒരു കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, MBA. എന്താണ് ഇത്ര താമസിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, MBA പഠിക്കാനുള്ള പണം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ തന്നെ വർക്ക് ചെയ്യേണ്ടി വന്നു. കാര്യം എൻ്റെ അച്ഛൻ അതിനിടയ്ക്ക് അസുഖമൊക്കെയായി ഇരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് താമസിച്ചത്. എന്തായാലും ഇപ്പോൾ എൻ്റെ വീട്ടിലെ സിറ്റുവേഷൻസ് സമാധാനവും സന്തോഷവും ഒക്കെ ഉള്ളതാണ്. അച്ഛൻ്റെ വീട്ടുകാരാണ് ഏറ്റവും കൂടുതൽ ആ സമയത്ത് സഹായിച്ചത്. അമ്മയുടെ വീട്ടിൽ നിന്ന് സഹായിക്കാൻ അധികം ആളുകളില്ല. അതുകൊണ്ട് തന്നെ അച്ഛനിടയ്ക്കിടയ്ക്ക് അമ്മയെ കുറ്റം പറയാറുണ്ട്. പക്ഷേ അമ്മയ്ക്ക് തിരിച്ചു പറയാൻ ഒന്നുമില്ല. എന്നിരുന്നാലും അമ്മയുടെ ഒരു അടുത്ത കൂട്ടുകാരിയുണ്ട്. അമ്മയുടെ കൂടെ ഒന്നിച്ച് പഠിച്ചതാണ്. അവർ കുറേയധികം സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരു കണക്കിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അച്ഛൻ്റെ ബന്ധുക്കൾ ചെയ്തതിനേക്കാൾ ഇത്തിരി മികച്ചു നിൽക്കും. തൽക്കാലം നമുക്ക് ആൻറ്റിയെ ശ്രീവിദ്യ എന്ന് വിളിക്കാം. എൻ്റെ അമ്മയേക്കാൾ 5 മാസം മൂത്തതാണ് ആൻറ്റി. പക്ഷേ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മയുടെ അനിയത്തിയാണെന്ന് പറയും. ഞാൻ അത് പറയുമ്പോഴേക്കും അമ്മ പറയും, എടാ, അവൾ പണ്ട് തൊട്ടേ സുഖിച്ചാണ് ജീവിക്കുന്നത്. നല്ല അന്തരീക്ഷം, നല്ല കുടുംബം, കഷ്ടപ്പാടില്ല. ഭർത്താവിന് നല്ല ജോലി, വീട്ടിൽ കാര്യങ്ങൾ നോക്കി നടത്താൻ ജോലിക്കാരുണ്ട്. എല്ലാ മാസവും അവൾ ബ്യൂട്ടി പാർലർ പോവുകയും ചെയ്യും. അങ്ങനെയുള്ളൊരു സ്ത്രീ അവിടെ കിടക്കുന്നു, ഞാനിവിടെ കിടക്കുന്നു. അപ്പോൾ അവൾ സൗന്ദര്യവതിയായതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. അവളുടെ ഭർത്താവിന് പണ്ട് അവളോട് ഭയങ്കര ആരാധനയാണ്. അവൾ എന്ത് പറഞ്ഞാലും അയാൾ തലയാട്ടും. പക്ഷേ ചെറിയ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ചെറിയ സംശയരോഗവും പിന്നെ ഒത്തിരി പൊസസീവ്നെസ്സൊക്കെ ഉണ്ടെന്ന് അവൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മളെ സഹായിക്കാനൊക്കെ അങ്ങേര് ഒത്തിരി പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ കാണാനൊന്നും വന്നിട്ടില്ല. അതിലൊന്നും പുള്ളിക്ക് പ്രശ്നമില്ല കേട്ടോ. പക്ഷേ തനിയെ അവളെ എങ്ങും വിടില്ല. നീ എപ്പോഴും കണ്ടിട്ടില്ലേ, അവളുടെ മോളാണ് കൂടെ വരാറുള്ളത്. അല്ലാതെ തനി ഇങ്ങോട്ട് വരാൻ സമ്മതിക്കില്ല. മിക്കവാറും ആൻറ്റി ഇളയ മകളുമായിട്ടാണ് വരുന്നത്. അവളന്ന് +2 പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ നേഴ്സിങ്ങിന് ചേർന്നു. 6-7 മാസത്തിന് മുമ്പാണ് ഒരു ദിവസം അമ്മ എന്നെ വിളിച്ചു പറഞ്ഞു, മോനെ, എടാ, അത്യാവശ്യമായി നീ ഉപകാരം ചെയ്യണം. എന്തുപകാരം? വിദ്യയ്ക്ക് ചെന്നൈ വരെ ഒന്ന് പോകണം. അവളുടെ ഒരു അടുത്ത ബന്ധുവിൻ്റെ മകളുടെ കല്യാണമാണ്. മകളിപ്പോൾ ഇവിടെ ഇല്ല. ഹസ്ബൻഡാണെങ്കിൽ കല്യാണത്തിന് പോകുന്നത് ഇഷ്ടമല്ല. അദ്ദേഹത്തിന് മറ്റെന്തോ ബിസിനസ് മീറ്റിങ്ങുകളൊക്കെ ഉണ്ട്. ഒട്ടും വരാനും പറ്റില്ലെന്നാണ് പറഞ്ഞത്. പിന്നെ അവരുടെ ബന്ധുക്കളെയൊന്നും കൂട്ടുവിടുന്നതിൽ താല്പര്യവുമില്ല. പിന്നെ ആരെങ്കിലും വിശ്വസ്തരായ ആൾക്കാരാണെങ്കിൽ മാത്രമേ പുള്ളി പോകാൻ സമ്മതിക്കുകയുള്ളൂ. എന്തായാലും നമ്മളുടെ ഇവിടെ അവൾ വരുന്നത് അദ്ദേഹത്തിന് അറിയാമല്ലോ. അതുകൊണ്ട് ഇവിടുത്തെ പയ്യനെ വിളിച്ചുകൊണ്ട് പോകാമെന്ന് അവൾ പറഞ്ഞു. അത് കേട്ടപ്പോൾ സമ്മതിച്ചില്ലെങ്കിലും ഭയങ്കര അടുപ്പമാണ്. എൻ്റെ മകനെ പോലെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അവൾ കൺവിൻസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഏതാ മകൻ? പുള്ളി ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അവൾ എന്നോട് പറഞ്ഞു, നിൻ്റെ ഒരു ഫോട്ടോ അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ അയച്ചു കൊടുത്തു. അന്നേരമാണ് പുള്ളിക്കാരൻ സമ്മതിച്ചത്. ഇങ്ങനെന്താ, വലിയ സെക്യൂരിറ്റി ഓഫീസറുമാണോ? ഓ, അങ്ങനെയൊക്കെ ബിസിനസ്സൊക്കെ അല്ലേടാ. പണക്കാരന്മാർക്ക് ഓരോരോ വ്യത്യസ്തമായ പ്രശ്നങ്ങൾ കാണും. എവിടെയോ ചെറിയൊരു പിരി അയഞ്ഞു കിടപ്പുണ്ട്. എന്നാലും അങ്ങേരെ ഇങ്ങോട്ട് അന്വേഷിക്കാനൊന്നും വരില്ല. കാര്യം അതിനൊന്നും സമയമില്ല. പിന്നെ ആളെ ഒന്നറിയാൻ വേണ്ടിയിട്ടായിരിക്കും എന്ന് പറഞ്ഞു. ഞാനും ഓക്കെ പറഞ്ഞു. ഓരോരുത്തർക്കും ഓരോ വിചിത്രമായ കാര്യങ്ങളാണല്ലോ. അങ്ങനെ എന്നെ ആൻറ്റി വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, നമ്മൾ ബുധനാഴ്ചയാണ് പോകുന്നത്. ശനിയാഴ്ചയാണ് കല്യാണം. കല്യാണം കഴിഞ്ഞ് നമ്മൾ ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് അവിടെ ഇങ്ങോട്ടേക്ക് കയറും എന്ന് പറഞ്ഞു. എന്താ ആൻറ്റി ഇത്രയും ദിവസം? അത് പിന്നെ അവിടെ കുറേ ഫങ്ഷൻസ് ഒക്കെ ഉണ്ട്. ഇവിടുത്തെ കല്യാണം പോലെയല്ല, അവർ റിച്ച് സെറ്റപ്പാ എന്ന് പറഞ്ഞു. റിച്ച് സെറ്റപ്പ് ആണെങ്കിൽ നമുക്കിതൊക്കെ ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഓക്കെ പറഞ്ഞു. ഇതിപ്പോൾ 5-6 ദിവസം പോയി കഴിഞ്ഞാൽ എന്താ, ഒരു കുഴപ്പമില്ല. ആൻറ്റിയുമായിട്ട് നല്ലൊരു ചെന്നൈ ടൂർ. ഞാനാണെങ്കിൽ ചെന്നൈ പോയിട്ടുമില്ല. ട്രെയിനിൽ കയറി അടുത്തടുത്ത സീറ്റുകളിൽ ഞങ്ങൾ ഇരുന്നു. അപ്പോൾ ആൻറ്റി എന്നോട് പറഞ്ഞു, ഞാൻ നിന്നോട് ചില കാര്യങ്ങൾ പറയാം, നീ ഇത് ആരോടും പറയരുത്. ഞാൻ ഓർത്തു ഇവരെന്തിനാ എന്നെ കൊണ്ടുപോകുന്നത്, വേറെന്തെങ്കിലും പ്രശ്നമുള്ള കാര്യങ്ങൾക്കായിരിക്കുമെന്ന്. എൻ്റെ മുഖഭാവം കണ്ടിട്ട് ആൻറ്റി പറഞ്ഞു, അതൊന്നുമല്ല. എന്തായാലും നിനക്ക് ഇത്രയും വയസ്സായി. അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും ഇഷ്ടംപോലെ ആൺപിള്ളേരും പെൺപിള്ളേരും ഒക്കെ ഇടകലർന്ന് പെരുമാറുന്ന ഒരു സ്വഭാവമായിരിക്കും അവിടെ ഉണ്ടാകുക. പാർട്ടി, ഡാൻസ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടാകും. അപ്പം കേരളത്തിൽ നിൽക്കുന്ന പോലെ കുഗ്രാമത്തിൽ ജനിച്ചു വളർന്ന പോലെ നീ പെരുമാറരുത്. കുറച്ചൊക്കെ സ്വതന്ത്രമായിട്ട് അങ്ങ് പെരുമാറണം. ഇത്തിരി കുൽസിതമൊക്കെ ആകാമെന്നേ, പ്രശ്നമില്ല. അവിടെ
ഫ്രീ ആയിട്ടുള്ള സിറ്റുവേഷനാണ്. ആൻറ്റിയുടെ ഒത്തിരി സുഹൃത്തുക്കളും അവിടെ വരും. ഞങ്ങളൊക്കെ ഇല്ലേ, എൻ്റെ ഹസ്ബൻഡ് ഇല്ലെങ്കിൽ അടിച്ചു പൊളിക്കുന്ന ആൾക്കാരാണ്. കാര്യം എൻ്റെ ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ ഈ പഴയ സ്വഭാവം. ഞങ്ങളൊക്കെ ഇപ്പോഴത്തെ ജെൻസി പിള്ളേരെക്കാൾ മോശമാണ് എന്ന് പറഞ്ഞ് ആൻറ്റി എന്നെ നുള്ളി. നിനക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ശരി ആൻറ്റി, ആൻറ്റി പറഞ്ഞ പോലെ ഞാൻ ശരിക്കും പറഞ്ഞു MBA അങ്ങ് ബാംഗ്ലൂരിൽ പഠിച്ചാൽ മതിയായിരുന്നു. എങ്കിൽ ആൻറ്റിയുടെ വൈബിൽ ഞാൻ നിന്നേനെ. ശരിയാടാ, നീ നാട്ടിൽ പഠിച്ചു കഴിഞ്ഞാൽ നിനക്ക് നല്ല വൈബ് കിട്ടില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ? എടാ, വേറെ കാര്യമുണ്ട്. നീയാണെങ്കിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ഒരു സുന്ദര കുട്ടപ്പനാണ്. അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും പെണ്ണുങ്ങളൊക്കെ പുറകെ കൂടും. ചിലപ്പോൾ ആണുങ്ങളും കൂടി ഇതെനിക്ക് പറയാൻ പറ്റില്ല കേട്ടോ. അന്നേരം ഓക്കെ, പക്ഷേ ആരെയും നീ പ്രേമിക്കരുത്. കാര്യം തിരിച്ചു വന്നിട്ട് നിനക്ക് വല്ല പ്രേമമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ അമ്മ എന്നെ ഓടിച്ചിട്ട് തല്ലും എന്ന് പറഞ്ഞു. ആൻറ്റിക്ക് പ്രശ്നമുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യില്ല, അതെനിക്കറിയാമടാ. നിന്നെ എനിക്ക് വിശ്വാസമാണ്. അതുകൊണ്ടല്ലേ ഞങ്ങളുടെ ബന്ധുക്കളെ ആരെയും വിളിക്കാതെ നിന്നെ വിളിച്ചുകൊണ്ട് ഞാൻ പോകുന്നത്. എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിച്ചത്. അങ്ങനെയാണെങ്കിൽ ഇത്തിരി സംശയരോഗിയാണ്. നിൻ്റെ അമ്മ പറഞ്ഞു കാണുമല്ലോ. എന്തുകൊണ്ട് ആൻറ്റി അങ്കിളിന് സംശയരോഗം? അപ്പോൾ ആൻറ്റി എൻ്റെ ചെവിയിലൊന്ന് ഉള്ളിട്ട് പറഞ്ഞു, കഴിവില്ലെങ്കിൽ സംശയവും കൂടും. നിനക്കതിന് ഗുഡൻസ് മനസ്സിലായോടാ എന്ന് ചോദിച്ച് പിന്നെയൊന്ന് നുള്ളി. ഞാനൊന്നും മിണ്ടിയില്ല. അപ്പോൾ ഇതിനുള്ളിൽ ഒത്തിരി ആന്തരാർത്ഥങ്ങളുണ്ട്. ആൻറ്റി സന്തോഷം ഭാവിക്കുകയാണ്. യഥാർത്ഥത്തിൽ സന്തോഷമൊന്നുമില്ല. അങ്ങയുടെ പോസിറ്റീവ്നെസ് സ്നേഹം കൊണ്ടാണോ മറ്റു പല പ്രശ്നങ്ങൾ കൊണ്ടാണോ എന്ന് ആർക്കറിയാം. എൻ്റെ മുഖഭാവം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആൻറ്റി എൻ്റെ കൈവിരലുകൾ പിടിച്ച് കൈ കോർത്തിട്ട് എന്നോട് പറഞ്ഞു. ചെവിയിലാണ് പറഞ്ഞത്. നീ ഇപ്പോൾ ഓർക്കും, സ്വന്തം ഭർത്താവിനെ വില കുറച്ചാണല്ലോ പറഞ്ഞെന്നും. അങ്ങർക്ക് ഒത്തിരി കഴിവുകളുണ്ട്, ബുദ്ധിയുണ്ട്, ശക്തിയുണ്ട്, പണം ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. ആ കഴിവെല്ലാം മോനെ കഴിവ്. ആൻറ്റി പാതി മാത്രമേ പറയുകയുള്ളൂ, ബാക്കി നീ ഊഹിച്ചോണം. പിന്നെ പൂച്ചയെപ്പോലെ നീ പതുങ്ങിയിരിക്കുമെന്ന് നിൻ്റെ അമ്മ എപ്പോഴും പറയും. പക്ഷെ നീ പൂച്ചയല്ലെന്നും ഇടയ്ക്ക് പുലിയെപ്പോലെ ചാടി വീഴുമെന്ന് എനിക്കറിയാവടാ. പമ്മിയിരിക്കുന്നവന്മാരെയാ സൂക്ഷിക്കേണ്ടത്. എന്തായാലും ഒത്തിരി സമയമുണ്ട് നിൻ്റെ കഥകളും ഹിസ്റ്ററികളും ഒക്കെ ഒന്ന് പറയാൻ. ഞാൻ പറഞ്ഞു, എനിക്ക് കഥകളും ഹിസ്റ്ററി ഒന്നുമില്ല. നീ ആരെ പ്രേമിച്ചിട്ടില്ലേ? പ്രേമം തോന്നിയിട്ടുണ്ട്, പക്ഷെ വർക്കൗട്ട് ആയിട്ടില്ല. ഷെടാ, എന്തൊരു കഷ്ടം. എടാ, അന്നത്തെ കാലത്തില്ലേ എനിക്ക് എത്ര കാമുകന്മാരുണ്ടായിരുന്നു. അതിലൊരു കാമുകനാണോ ആൻറ്റിയുടെ ഭർത്താവ്? കാമുകന്മാരെ കാലം കെട്ടുമോ? കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടല്ല പ്രേമിക്കുന്നത്. കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് വേറെ ആൾ. പ്രേമിക്കുന്ന ഒരാളെ ഒരിക്കലും കല്യാണം കഴിക്കരുത്. അതെന്താ ആൻറ്റി? അതിൽ വലിയ ത്രില്ലൊന്നുമില്ലടാ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്കിളുമായിട്ടുള്ള വിവാഹത്തിൽ നല്ല ത്രില്ലുണ്ടായിരുന്നു. എടാ, എല്ലാവരും അങ്ങനെ വിചാരിക്കും. അക്കരെ നിൽക്കുമ്പോൾ ഇക്കരെ പച്ച, ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച. ഇതിലും മികച്ചത് വരാനുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ കാത്തിരിക്കും. അങ്ങനെ കാമുകന്മാരെയൊക്കെ ഒഴിവാക്കി വിട്ടു. അവസാനം കിട്ടിയത് കൊട്ടത്തേങ്ങ എന്ന് പറഞ്ഞതുപോലായി. അതൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം? എന്തായാലും കാമുകന്മാരൊക്കെ അവിടെയൊക്കെ തന്നെയുണ്ട്. അത്യാവശ്യം അവരോട് ഞാൻ സംസാരിക്കാറുമുണ്ട്. അതുകൊണ്ട് ജീവിതം റിലാക്സ് ആയിട്ട് പോകുന്നു. സംശയക്കാരനായ ഭർത്താവ് ഉള്ളപ്പോഴും ആൻറ്റി ഇതൊക്കെ എങ്ങനെ മാനേജ് ചെയ്യുന്നു? അങ്ങർക്ക് ബിസിനസ് അല്ലേടാ. 5-6 ദിവസമൊന്നും വീട്ടിൽ കാണില്ല. സാധാരണ രാവിലെ പോയിട്ട് വൈകിട്ട് വരുന്ന വല്ല ഉദ്യോഗമായിരുന്നെങ്കിൽ ഞാൻ പെട്ടുപോയിനെ. ഇതിപ്പം അതൊന്നും ഇല്ലാത്തതുകൊണ്ട് വർഷങ്ങളായി അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. പിന്നെ എൻ്റെ പെൺമക്കളൊക്കെ ഇല്ലേ, അവർ രണ്ടുപേരും എന്നോട് ഭയങ്കര അടുപ്പമാണ്. ഞാനെല്ലാം തുറന്ന് പറയും. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു വില്ലയിലായിരുന്നു ഞങ്ങളുടെ അക്കോമഡേഷൻ. 4 റൂമുകളുണ്ട്. മുകളിൽ 2, താഴെ 2. അതിൽ മുകളിലത്തെ വലത്തെ ഭാഗത്തുള്ള റൂമായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത്. ആൻറ്റി പറഞ്ഞു, ഇത് നമ്മളെ 2 പേരുടെ റൂമാണേ. ബാക്കിയുള്ളിടത്തൊക്കെ 4ഉം 3ഉം പേരൊക്കെ കാണും. പക്ഷെ നമ്മൾ 2 പേരും മതിയെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കൂടെ ഈ മുറിയിൽ കഴിയാൻ നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ? ഉറക്കം വരില്ലേ? ബാച്ചിലേഴ്സിൻ്റെ റൂമിലേക്ക് വിടണോ? ഞാൻ പറഞ്ഞു, വേണ്ട, ഇറ്റ്സ് ഓക്കെ. നല്ല സൗകര്യമുള്ള റൂം, വിശാലമായ കട്ടിൽ, എല്ലാ സൗകര്യങ്ങളുമുണ്ട്. ഇവിടുന്ന് ഞാനിവിടെ പോകാനാ? പുറത്തിറങ്ങി കഴിഞ്ഞാൽ അതിഭയങ്കരമായ വെയിലും ചൂടും ഒക്കെ. ആൻറ്റി പിന്നെയും കാതരഭാവത്തിൽ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, പിന്നെ ഞാൻ നിന്നോട് വേറെ കാര്യം കൂടെ പറയാം. എന്താ ആൻറ്റി? ഞാൻ മിക്കവാറും ഇവിടെ കാണത്തില്ല. പല സമയത്തും ഞാനിങ്ങനെ പഴയ ഫ്രണ്ട്സിനെ കണ്ടപ്പോൾ അവരുടെ കൂടെ കറങ്ങാനങ്ങ് പോകും. നീ തന്നെ മാനേജ് ചെയ്യുമല്ലോ. ഞാൻ പറഞ്ഞു, ആൻറ്റി എനിക്ക് ചെന്നൈ അറിയില്ല. അതെന്തറിയാനാടാ? നീ ഇത്രയും പഠിച്ചൊരു പയ്യനല്ലേ, നീ ഇറങ്ങി കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ ഫങ്ഷനൊന്നുമില്ലേ? ഫങ്ഷൻ, കല്യാണത്തിന് ഫങ്ഷൻ നീ കളാ. നമുക്കല്ലാതെ വേറെ പാർട്ടികളുണ്ട്. കല്യാണത്തിന് ഫംഗ്ഷൻ, തലേദിവസം മെഹന്തി, പിറ്റേ ദിവസം കല്യാണം. അതിപ്പോൾ നമുക്കെന്താ, ജസ്റ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, അത്രേ ഉള്ളൂ. അപ്പോൾ ആൻറ്റി വന്നത് കല്യാണത്തിന് 3-4 ദിവസമുള്ള ഫംഗ്ഷനല്ലേ? അങ്ങനെ 3-4 ദിവസത്തെ ഫംഗ്ഷനൊന്നും ഇവിടെ ഇല്ല. ഇവിടെ നമുക്ക് ചില ഫംഗ്ഷൻസ് ഉണ്ട്. അത് രാത്രി 10 മണി തൊട്ടൊക്കെയാണ് കേട്ടോ. പക്ഷേ അതുവരെ ആൻറ്റി ഭയങ്കര ബിസി ആയിരിക്കും. മോനെ കഴിക്കാനുള്ളതും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ ദേ ഇവിടെ താഴെ ഒരാളുണ്ട്, പറഞ്ഞാൽ കൊണ്ടുതരും. ഇല്ലെങ്കിൽ ഇവിടെ മൊത്തം നിനക്ക് തനിയെ ചുറ്റിക്കാണാം. പക്ഷേ 9:30 ആകുമ്പോഴേക്കും
ഈ വീട്ടിലേക്ക് തിരിച്ചു വരണം എന്ന് പറഞ്ഞു. ഞാനത് കേട്ട് അത്ഭുതപ്പെട്ടു. ആൻറ്റി ഉടനെ തന്നെ പേഴ്സിൽ നിന്ന് ഒരു കുത്തു നോട്ടെടുത്ത് എൻ്റെ കയ്യിൽ തന്നു. നിനക്ക് ഇഷ്ടമുള്ളത് എന്തും വാങ്ങിക്കാം, വസ്ത്രങ്ങളാണേലും ഫാഷൻ ആക്സസറീസ് ആണെങ്കിലും എല്ലാം. ഇതിപ്പം 25,000 രൂപയുണ്ട്. അത് നിനക്ക് ഒരു ദിവസത്തെ ചിലവൊന്ന് മാത്രം വെച്ചാൽ മതി. ആൻറ്റി ഇനിയും തരും കേട്ടോ. ആൻറ്റി ഇത്രയും പൈസ എന്തിനാ? എടാ എൻജോയ് ചെയ്യടാ, നീ ഒരു ചെക്കനല്ലേ, നിനക്ക് എൻജോയ് ചെയ്യണ്ടേ? നീ കറങ്ങി നടക്കടാ. 9:30 ആകുമ്പോൾ തിരിച്ചു വരണം കേട്ടോ. ആൻറ്റി ആണെങ്കിലേ പഴയ ഫ്രണ്ട്സിനെ കാണാൻ പോയാണ്, അവരൊക്കെ എന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതിനാണല്ലോ ആൻറ്റി വന്നത്. ദേ ഇപ്പം ഞാൻ കുളിച്ച് കഴിയുമ്പോഴേക്കും എനിക്ക് കാറ് വരും. ഞാനാണെങ്കിലേ ജോയലിൻ്റെ കൂടെ കറങ്ങാൻ പോകും. ജോയൽ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ടാണേ. മോനാണെങ്കിൽ എല്ലായിടും കറങ്ങിയിട്ട് 8, 8:30, 9:30 വരണേടാ കുട്ടാ എന്ന് പറഞ്ഞു. ആൻറ്റി പെട്ടെന്ന് കയറി കുളിക്കാൻ തുടങ്ങി. കുളിച്ച് വന്ന് ആൻറ്റി വളരെ മോഡേണായിട്ടുള്ള വസ്ത്രങ്ങളാണ് ധരിച്ചത്. ആകെ കൂടി സെറ്റപ്പിലും ഗെറ്റപ്പിലും ഒക്കെ മാറ്റും. നല്ല ഹെവി മേക്കപ്പ്. നാട്ടിലാണെങ്കിൽ സിമ്പിൾ സൊസൈറ്റി ലേഡി. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ആകെ ഫിലിം സ്റ്റാറിനെ പോലെ ആയല്ലോ എന്ന് വിചാരിച്ചു. കൊള്ളാം ആൻറ്റി, ഇത്ര മേക്കപ്പൊക്കെ ഇത്ര പെട്ടെന്ന് ചെയ്യാൻ ആൻറ്റിക്ക് അറിയാമോ? എടാ ഞാൻ ഒരു സകല കലാവല്ലഭയാണ്. പക്ഷെ എന്ത് ചെയ്യാനാണ്, ആ ഒരു കലയെന്ന് പുറത്തെടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം എൻ്റെ ഭർത്താവ് നൽകിയിട്ടില്ല. ആൻറ്റി പിന്നെ എന്തിനാണ് ആ വിവാഹ ജീവിതം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തത്? അപ്പോൾ ആൻറ്റി എൻ്റെ മൂക്കിൽ തൊട്ടുകൊണ്ട് പറഞ്ഞു, മോനെ പഴയൊരു പഴഞ്ചൊല്ല് ആൻറ്റി പറയട്ടെ. പറയൂ ആൻറ്റി. പണത്തിന് മീതെ പരന്തും പറക്കില്ല. ആൻറ്റി ആണെങ്കിൽ പറഞ്ഞതേയില്ല. വീട്ടിലങ്ങിരിക്കുകയാണെന്ന് ഭാവിച്ചു. പരന്തിൻ്റെ മുന്നിലാണെങ്കിൽ ഇഷ്ടംപോലെ പണവും. ആൻറ്റി ഒരു പിടിക്കുകയല്ലേ, നീ പറ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ തലയാട്ടി. എന്തായാലും നീ പോയി ചെന്നൈക്ക് ഒന്ന് കണ്ട് അടുത്ത സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്ത് സ്റ്റാർ ഹോട്ടലിൽ നിന്ന് ആഹാരമൊക്കെ കഴിച്ച് എൻജോയ് ചെയ്യേ. രാത്രിയാകുമ്പോൾ പിന്നെ കഴിക്കാൻ നിൽക്കണ്ട, നമുക്ക് അവിടെ പോയി പാർട്ടിയിൽ എന്ത് വേണമെങ്കിലും കഴിക്കാം കേട്ടോ. ഇപ്പം ജോയിൽ വരും എന്ന് പറഞ്ഞ് മൊബൈൽ എടുത്തിട്ട് ജോയിലേ എടാ ഞാൻ ഒരുങ്ങി, നീ വന്നോ എന്നൊക്കെ ചോദിക്കുന്നു. അങ്ങനെ താഴെ വലിയൊരു കാറ് വന്നു നിന്നു. അകത്തിരിക്കുന്ന ആളെ ഞാൻ കണ്ടില്ല. ആൻറ്റി ടാറ്റ പറഞ്ഞ് ഓടിപ്പോയി. അതിനു മുമ്പ് എന്നോട് പറഞ്ഞു, ഇത് ശരിക്കും ഞങ്ങളുടെ ബന്ധു കല്യാണത്തിന് വേണ്ടി നമുക്ക് താമസിക്കാൻ എടുത്തുന്ന വീടാണ്. താഴെയൊക്കെ ഉള്ളതും മുകളിൽ വരുന്നതും എല്ലാം ഇവിടുത്തെ ബന്ധുക്കൾ തന്നെ കേട്ടോ. ആര് ചോദിച്ചാലും നീ പറയണം നീ എൻ്റെ നാത്തൂൻ്റെ മോനാണെന്ന്, അതായത് എൻ്റെ ഭർത്താവിൻ്റെ സിസ്റ്ററിൻ്റെ മോനാണെന്ന്. അവരാരും എൻ്റെ ഭർത്താവിൻ്റെ സിസ്റ്ററിനെ കണ്ടിട്ടില്ല. ഞാൻ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻറ്റി ഫ്രണ്ട്സിനെ കാണാൻ പോയതാണ്, ഇവിടെ പണ്ട് കൂടെ പഠിച്ചവർ വർക്ക് ചെയ്യുന്നുണ്ട്, അവരെയൊക്കെ കാണാൻ പോയതാണെന്നും പറയണമെന്ന് പറഞ്ഞു. ഞാൻ തലയാട്ടി. എന്തായാലും ആൻറ്റി പോയി കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് നേരം ഞാൻ ഒന്ന് വിശ്രമിച്ചു. അത് കഴിഞ്ഞ് കുളിച്ച് നഗരത്തിലേക്ക് ഇറങ്ങി അവിടെയും ഇവിടേക്ക് ഒന്ന് കറങ്ങി ഒരു ഓട്ടോ പിടിച്ച് ബീച്ചിലും പോയി. പിന്നീട് ഒരു മാളിലൊക്കെ കയറി. പൈസ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഞാൻ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു. ഇപ്പം കയ്യിലുള്ളതിനേക്കാൾ നല്ല ചെരുപ്പ്, വസ്ത്രങ്ങൾ ഒക്കെ പർച്ചേസ് ചെയ്തിട്ടാണ് പോകുന്നത്. ആൻറ്റി പറഞ്ഞതല്ലേ, ഇനിയും ആൻറ്റി തരും, എനിക്കത് ഉറപ്പാണ്. അങ്ങനെ സന്തോഷത്തോടുകൂടിയാണ് ഒരു 7:30 ആയപ്പോഴേക്കും ഞാൻ റൂമിൽ വന്നത്. ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും റൂമിൽ ഒരു മുട്ട് കേട്ടു. അങ്ങനെ ഞാൻ റൂം തുറന്നപ്പോഴുണ്ട് ആൻറ്റിയുണ്ട്. പിന്നെ ജോയൽ എന്ന് പറയുന്ന ആളായിരിക്കും. ഞാൻ ഓർത്തു ആൻറ്റിയുടെ കൂടെ പഠിച്ച ആളായിരിക്കും ജോയൽ എന്ന്. പക്ഷേ ഇത് ആൻറ്റിയുടെ അത്രയും പ്രായമൊന്നുമില്ല. നല്ല കട്ട ഒരു ജിമ്മൻ മനുഷ്യന്. അങ്ങനെ എന്തായാലും 10-30 വയസ്സ് കാണും, അതിൽ കൂടുതലാകില്ല. ഞാൻ ചോദിച്ച ആൻറ്റി ഇതാരാ? ഇതാണ് ജോയൽ, എൻ്റെ ഫ്രണ്ട്. ആ മോനെ ജോയലേ, ഒരു കാര്യം ചെയ്യടാ, നാളെ വാ. ഇന്ന് ദേ ഞങ്ങളുടെ ബന്ധുക്കളുടെ പാർട്ടിയുണ്ട്, അവിടെ നിന്നെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ, ബന്ധുക്കൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്, അതുകൊണ്ടാണ്. അതൊന്നും സാരമില്ല കേട്ടോ, ഞാൻ പോവാന്ന് പറഞ്ഞ് അങ്ങനെ പോവുകയും ചെയ്തു ടാറ്റ പറഞ്ഞിട്ട്. അകത്തേക്ക് കയറി വന്ന ആൻറ്റിയുടെ ബാലൻസ് തെറ്റിപ്പോകുന്ന പോലെ എനിക്ക് തോന്നി. ആൻറ്റി മദ്യപിച്ചിട്ടുണ്ടോ? ആ ഒരു 3 പെഗ്. ജോയിൽ ഒഴിച്ചു തന്നപ്പോൾ എങ്ങനെയാണ് കഴിക്കാതിരിക്കുക? അല്ല ആൻറ്റി, ശരിക്കും ഈ ജോയിൽ എന്ന് പറഞ്ഞത് ആരാ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആൻറ്റി വന്യമായി പൊട്ടിച്ചിരിച്ചു. എൻ്റെ ഒരു ഫ്രണ്ട്, കൂടെ പഠിച്ചതാണെന്നല്ലേ ആൻറ്റി പറഞ്ഞത്? കൂടെ പഠിക്കുന്നവർ മാത്രമാണ് അവിടെ ഫ്രണ്ട്. എല്ലാവരും നമുക്ക് ഫ്രണ്ട്സ് തന്നെ, നമുക്ക് ഇഷ്ടപ്പെടുന്നവരാണ് നമ്മുടെ ഫ്രണ്ട്. ഇനി ജോയൽ ആരാണെന്നറിയാൻ വേണ്ടിയിട്ട് എനിക്ക് ഒത്തിരി വിസ്തരിക്കാൻ പറ്റില്ല. ഒരു 1/2 മണിക്കൂർ ഞാൻ ഈ കട്ടിലൊന്ന് കിടക്കട്ടെ. ദേ ജോയൽ ആരാണെന്ന് നീ ഈ വീഡിയോ കാണുമെന്ന് പറഞ്ഞ് ആൻറ്റി സ്വന്തം മൊബൈൽ തുറന്നിട്ട് ഒരാപ്പ് എടുത്തിട്ട് ഒരു പ്രൊഫൈലിലെ ചില വീഡിയോകൾ എനിക്ക് പ്ലേ ചെയ്ത് തന്നു. ഞാനത് കണ്ട് ഞെട്ടിപ്പോയി. നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ആപ്പാണ്. അതിൽ വരുന്നതൊക്കെ എന്ത് തരം വീഡിയോസാണെന്ന് നമുക്കറിയുകയും ചെയ്യാം. അപ്പോൾ അങ്ങയുടെ ഒരു കള്ള പ്രൊഫൈലാണ് അതിൽ.
അതിനകത്ത് അങ്ങേർ കാണിക്കുന്ന കസർത്തുകളും കൂടെയുള്ളവരുടെ അലയും വിളിയൊക്കെ കേട്ട് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ഞാനും ഈ ഒരു ആപ്പ് ഉപയോഗിക്കുന്നുണ്ട്, പക്ഷേ എന്ന് വെച്ചിട്ട് ഈ പ്രൊഫൈലിൽ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ 2-3 വീഡിയോ കാണുന്നത് ആൻറ്റി നോക്കിക്കൊണ്ടാണ്. ആൻറ്റി ആണെങ്കിൽ കണ്ണടച്ച് കിടക്കുകയാണ്. ഇടയ്ക്ക് ഏറെ കണ്ണിട്ട് എന്നെ നോക്കുന്നുമുണ്ട്. ഞാൻ ചോദിച്ചു, ആൻറ്റി ശരിക്കും ഇതെന്താ എന്ന് ചോദിച്ചപ്പോൾ ആൻറ്റി പറഞ്ഞു, നീ ഇവിടെ ഇരിക്കേ, നമുക്കിനി സമയമുണ്ടല്ലോ പാർട്ടിക്ക് പോകാൻ, ഞാൻ കഥ പറയാം എന്ന് പറഞ്ഞപ്പോൾ ആൻറ്റി പറഞ്ഞു, എടാ 1.5 വർഷം മുമ്പാണ് ഞാൻ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തത്. അപ്പോൾ ഇങ്ങനെ നോക്കി നോക്കി വന്നു കഴിഞ്ഞപ്പോഴേക്കും നല്ല വീഡിയോസ്, നമ്മുടെ മനസ്സിൽ നമ്മൾ പ്രതിഷ്ഠിച്ച പല വിഗ്രഹങ്ങളും കൺമുന്നിൽ കൂടി കടന്നു പോവുകയാണ്. അതുമാത്രമല്ല, എത്ര ആളുകളാണ് അവരുടെ പുറകെ നടക്കുന്നത്. അങ്ങനെയാണ് ഇവൻ്റെ പ്രൊഫൈലും എൻ്റെ കണ്ണിലുടക്കിയത്. ഇവൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫീൽഡിലെ ഒരു സെലിബ്രിറ്റിയാണ്. ധാരാളം പെണ്ണുങ്ങളും ആണുങ്ങളും ഒക്കെ അവൻ്റെ പുറകെ നടക്കുന്നുണ്ട്. അതുമാത്രമല്ല, അവനില്ലേ പണം കൊടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ സൗഹൃദം സ്വീകരിക്കുകയുള്ളൂ. സത്യം പറഞ്ഞാൽ അവനെ കണ്ടു, അതും വിശദമായി ഈ വീഡിയോ മുഴുവനും കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആൻറ്റിക്ക് ഇരിക്കപ്പുറത്ത് ഇല്ലാതായടാ. അങ്ങനെ ചാറ്റ് ചെയ്യുമായിരുന്നു. പക്ഷേ എങ്ങനെയാണ് ചെന്നൈ വരെ വരിക? ചെന്നൈ ബന്ധുക്കളുണ്ട്, എന്തെങ്കിലും പേര് പറഞ്ഞ് താമസിയാതെ ഇങ്ങോട്ട് വരണമെന്ന് വെച്ചിട്ട് ഞാൻ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇത് ശരിയായത്. അപ്പോൾ ഞാൻ അവനോട് വിളിച്ച് പറഞ്ഞു ഞാൻ വരുന്നുണ്ടെന്ന്. അങ്ങനെ എല്ലാം പറഞ്ഞ് ഫിക്സ് ചെയ്താണ് ഞാൻ വന്നത്. വന്നപ്പോഴേ ആദ്യത്തെ എൻ്റെ ചോയ്സ് ജോയലായിരുന്നു. അപ്പോൾ ആൻറ്റി ഇങ്ങോട്ട് വന്നത് കല്യാണം കൂടാനൊന്നുമല്ല. കല്യാണം കൂടാന്ന് പറഞ്ഞാൽ ജസ്റ്റ് പേരിന്. ആൻറ്റി ഇങ്ങനെ കുറേ കാര്യങ്ങൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പഴയ ചില ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാനുണ്ട്. പണ്ട് കണ്ട പല കാര്യങ്ങളും ഇനിയും കാണാനുണ്ട്. പുതുമയുള്ള പല കാര്യങ്ങളും എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് ആൻറ്റി ഇങ്ങോട്ട് വന്നത്. എൻ്റെ ഏറ്റവും ഫേവററ്റ് ആരെന്നറിയാമോ? ജോയലായിരുന്നു. അതുകൊണ്ട് അവൻ്റെ കൂടെ ഞാൻ അവൻ്റെ ഫ്ലാറ്റിലേക്ക് പോയി. അവൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് എനിക്കറിയാമോ? ഞാനെങ്ങനെ അറിയും? പോയ ആൻറ്റിക്കല്ലേ അറിയുള്ളൂ. അല്ലടാ പാറ, നീ വീഡിയോ ഒക്കെ 3-4 കണ്ടല്ലോ. അവൻ്റെ സ്പെഷ്യാലിറ്റി എന്താണ്? നല്ല സിനിമയിലൊക്കെ കാണുന്ന പോലുള്ള ജിം ബോഡി, അത്രയും സൗന്ദര്യം, സ്കിന്നൊക്കെ നല്ല പളപള തിളങ്ങുന്നു, ഒരു സെലിബ്രിറ്റി പോലെ. അങ്ങനെ ഒരു മോഡൽ ആള്. അതായിരിക്കും ആൻറ്റി കണ്ട സ്പെഷ്യാലിറ്റി. പോടാ, അതൊരു സ്പെഷ്യാലിറ്റി ഒന്നുമല്ല. അതൊക്കെ ഇപ്പോൾ ഒത്തിരി പയ്യന്മാർ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നിന്നെ വേണമെങ്കിലും അങ്ങനെ 6 മാസത്തിനുള്ളിൽ മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെന്താ അവൻ്റെ സ്പെഷ്യാലിറ്റി? മോനെ, ജന്മനാ കിട്ടുന്നൊരു സ്പെഷ്യാലിറ്റി. അത് നീ ശ്രദ്ധിച്ചില്ലേ? ആണുങ്ങൾ സാധാരണ അസൂയയോടുകൂടി ഇതല്ലേ ശ്രദ്ധിക്കേണ്ടത്. പക്ഷേ ആൻറ്റി അതാണ് ശ്രദ്ധിച്ചത്. ആൻറ്റിക്ക് എന്നും മിസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഘടകം, ആ ഘടകമാണ് ആൻറ്റിയെ മോഹിപ്പിച്ചത്. അതുകൊണ്ടാണ് അവർ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുത്തത്. നീ ദേ ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്തിട്ട് എന്നെ ഒന്ന് കാണിക്കുമെന്ന് പറഞ്ഞു. എനിക്ക് ആ സമയത്ത് ചമ്മൽ പോയിരുന്നു. എന്തായാലും എല്ലാം തുറന്നു പറയുകയാണ്. വീഡിയോ പ്ലേ ചെയ്ത് കാണിച്ചു. അപ്പോൾ ഒരു ഭാഗം വന്നു കഴിഞ്ഞപ്പോഴേക്കും ആൻറ്റി ചോദിച്ചു, നീ കടൽക്കരയിൽ ഉയർന്നു നിൽക്കുന്ന പിടിമുറ്റാത്ത ലൈറ്റ് ഹൗസ് കണ്ടിട്ടുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് ചുവന്ന ബൾബുകൾ മിന്നി മിന്നി മായുന്നത്. ഞാൻ ഒന്നും മിണ്ടിയില്ല. എനിക്ക് ഓർമ്മ വന്നത് അതാണ്. നിനക്കോ? ഞാൻ ഒന്നും മിണ്ടിയില്ല. ആ, ഇപ്പം നിനക്ക് കാര്യങ്ങൾ മനസ്സിലായല്ലോടാ എന്ന് പറഞ്ഞ് ആൻറ്റി എന്നെ ഒന്ന് നുള്ളി. അതാണ് അവൻ്റെ സ്പെഷ്യാലിറ്റി. കണ്ടു കിട്ടാൻ എവിടെയും പ്രയാസമായത്. മനസ്സിലായോടാ? ആൻറ്റി പ്രതീക്ഷിക്കുന്നത് എന്താണെന്ന്? വിവാഹ ജീവിതത്തിൽ എനിക്ക് പറ്റിയ പല മിസ്റ്റേക്കുകളും വല്ലപ്പോഴും ഞാനൊന്ന് തിരുത്തും. ബാക്കിയുള്ള സമയത്ത് ഞാൻ നല്ലൊരു വീട്ടമ്മയായി നിൽക്കും. എന്തായാലും ആൻറ്റി, ഇതൊക്കെ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നുന്നു. നീ ഇതൊന്നും ആരോടും പറയരുത്. എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ്. ഒരു ഫ്രണ്ടിനെ പോലെ തോന്നുകൊണ്ടാണ് നിന്നോടെല്ലാം പറഞ്ഞത്. ഇതെല്ലാം നമ്മൾക്കുള്ളിലെ രഹസ്യമായിരിക്കും ഇല്ലേ മോനെ എന്ന് ചോദിച്ചു. ഞാൻ തലയാട്ടി. അവനിപ്പോൾ 30,000 രൂപ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. പക്ഷേ എൻ്റെ കൂടെ വ്യത്യസ്തമായി നീ നിൽക്കുകയാണെങ്കിൽ നിനക്ക് ഞാൻ തരാൻ പോകുന്നത് 1 ലക്ഷമായിരിക്കും. ഞാൻ പറഞ്ഞു, പണം പ്രതീക്ഷിച്ചൊന്നുമല്ല ആൻറ്റി. ആൻറ്റി അല്ലാതെ തന്നെ ഞങ്ങളുടെ കുടുംബത്തിലൊരു അംഗമല്ലേ, ഒത്തിരി സഹായിച്ചിട്ടില്ലേ. എനിക്കറിയാവിടാ നിനക്കതിൻ്റെ നന്ദി കാണുമെന്ന്. ആൻറ്റിയുടെ കൂടെ നീ കട്ടയ്ക്ക് നിൽക്കണേ മോനെ. ആൻറ്റിക്ക് ഈ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ കുറേയധികം ലൈറ്റ് ഹൗസുകളുടെ മുകളിൽ കയറിയിട്ട് താഴേക്ക് നോക്കണം, അഗാധമായ കടലിലേക്ക്. മോന് മനസ്സിലായോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മനസ്സിലായിന്ന്. എന്തായാലും പെട്ടെന്ന് തന്നെ ഞാൻ അവരുടെ സ്വഭാവത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. കൂടുതൽ ചോദിക്കാനോ പറയാനോ ഒന്നും പോയില്ല. കാര്യങ്ങൾ മനസ്സിലായല്ലോ, നമ്മളെന്താ പൊട്ടരാണോ? എന്തായാലും
പിറ്റേ ദിവസവും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അന്ന് രാത്രി പാർട്ടിക്ക് പോയി കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഈ പറഞ്ഞതുപോലെ ചെറിയ രീതിയിലുള്ള നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പരിചയമില്ലാത്ത കാര്യങ്ങളുണ്ട്. പക്ഷേ മീറ്റ് ചെയ്ത് ഇഷ്ടപ്പെടുന്ന ആളുകൾ അവരുടെ പാട് നോക്കി പോയത് കൊണ്ട് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. എന്നോട് 2-3 പേർ സംസാരിക്കാൻ വന്നു. ഞാനും താല്പര്യത്തോടുകൂടി സംസാരിച്ചു എന്നുള്ളതല്ലാതെ അതിൽ കൂടുതൽ ഒരു ഇനിഷ്യേറ്റീവ് ഞാൻ എടുത്തില്ല. ചെന്നിടത്ത് ഞാൻ നാണക്കേടുണ്ടാക്കരുതല്ലോ. എൻ്റെ സ്ഥാനം എന്താണെന്നറിഞ്ഞ് ഞാൻ നിൽക്കട്ടെ. അതുകൊണ്ട് കഴുതി തന്നെ പെരുമാറിപ്പോന്നു. പിറ്റേ ദിവസവും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ആൻറ്റി കാണാനില്ല. വന്നു കഴിയുമ്പോഴേക്കും ആൻറ്റി ഓരോ കഥകൾ പറയും. ആൻറ്റി എപ്പോഴും ഒന്നിനേക്കാൾ മെച്ചമുള്ള ഒന്ന് എന്നുള്ള രീതിയിൽ മാത്രമാണ് ചലിക്കുക എന്ന് എനിക്ക് തോന്നി. മെഹന്തി കഴിഞ്ഞു വന്ന രാത്രിയിൽ ആൻറ്റി പിന്നെയും ആരോ വിളിച്ചെന്ന് പറഞ്ഞ് താഴേക്കിറങ്ങിപ്പോയി. പിന്നീട് പിറ്റേ ദിവസം ഏകദേശം ഒരു 5 മണിയായപ്പോഴാണ് വന്നത്. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആളെ കണ്ട് ഞാൻ ഞെട്ടി. ഏതോ ആഫ്രിക്ക പോലുള്ള ഒരു രാജ്യത്തു നിന്ന് വന്ന ആളെപ്പോലെ എനിക്ക് തോന്നിച്ചു. അപ്പോൾ എന്നെ കണ്ടപ്പോൾ ആൻറ്റി പറയുകയാണ്, സംശയിക്കേണ്ട മോനെ, ആൻറ്റിയുടെ ഒത്തിരി നാളത്തെ ആഗ്രഹമായിരുന്നു കിഴക്കുന്ന് വന്നതും ഒറ്റാലിൽ കിടന്നതും എല്ലാം അതിനേക്കാൾ മികച്ചത് എന്ന് പറഞ്ഞ് ആൻറ്റി എന്നെ ആശ്ലേഷിച്ചു. നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് എനിക്കൊരു ധൈര്യമാണ്. നീ എൻ്റെ ചങ്കാണ്. നിനക്ക് എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി. എന്ത് വേണമെങ്കിലും ആൻറ്റി വാങ്ങിച്ചു തരും. 5 പവൻ്റെ സ്വർണ്ണമാല വേണോ? രാവിലെ കട തുറന്നാൽ ഉടനെ തന്നെ നിനക്ക് എന്നെ വാങ്ങിച്ചു തരും കുട്ടാ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആൻറ്റി വന്ന് റെസ്റ്റ് എടുക്ക്, നമുക്ക് ഇപ്പോൾ കല്യാണത്തിന് പോകേണ്ടതല്ലേ. ആ ശരിടാ, ഉറങ്ങിയൊന്ന് എഴുന്നേറ്റ് ഉടനെ കല്യാണത്തിന് പോകാം എന്ന് ആൻറ്റി പറഞ്ഞു. ചെറുതായിട്ട് ഞങ്ങളൊന്ന് മയങ്ങി. പിന്നെ ആൻറ്റി ആദ്യം ഉറക്കെണീറ്റു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ പോയി കുളിച്ച് റെഡിയായി വരാം, അത് കഴിഞ്ഞിട്ട് നിനക്ക് പെട്ടെന്ന് പറ്റുമല്ലോ, ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ കണ്ണടച്ച് കിടന്നു. ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും ആൻറ്റി കുളിച്ചിട്ട് വന്നു. എന്നിട്ട് ഞാൻ എഴുന്നേക്കാൻ തുടങ്ങിയപ്പോൾ എന്നോട് പറഞ്ഞു, അങ്ങനെ നിന്നെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വന്നിരുന്നു. എന്താ ആൻറ്റി എന്ന് ചോദിച്ചപ്പോൾ ആൻറ്റി പറഞ്ഞു, അതിപ്പം സദ്യയുടെ സൈഡിൽ ഇത്തിരി ഉപ്പ് വിളമ്പിയാൽ അത് നമ്മളൊന്ന് തൊട്ട് നോക്കുമല്ലോ, അച്ചാറാണെങ്കിലും എന്ന് പറഞ്ഞ പോലെ ഉള്ളു മോനെ, കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ആൻറ്റി അത് ശരിയാകില്ലെന്ന്. ശരിയാകവിടാ, ഞാനാണെങ്കിൽ എനിക്ക് തോന്നുന്ന രീതി അനുസരിച്ചാണ് പെരുമാറുന്നത്. നീ കൂടുതൽ മസിൽ പിടിക്കാതിരിക്കുന്നതാണ് നല്ലത്. ആൻറ്റി എൻട്രൻസ് എക്സാമിനേഷൻ നടത്തട്ടെ എന്ന് പറഞ്ഞു. എനിക്ക് അവിടെ യാതൊരു വോയിസും ഉണ്ടായിരുന്നില്ല. ആൻറ്റി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിലൊക്കെ കാണുന്ന വില്ലന്മാരെക്കാൾ വല്ലാത്തൊരവസ്ഥയിലാണെന്ന് എനിക്ക് തോന്നി. ആൻറ്റിയുടെ വന്യമായ നിർദ്ദേശങ്ങൾ എനിക്ക് അനുസരിക്കേണ്ടി വന്നു. തുടക്കക്കാരൻ എന്നുള്ള നിലയിൽ ഒന്നും അറിയാതെ പകച്ചു നിൽക്കാൻ പോലുമുള്ള അവസരം എനിക്ക് കിട്ടിയില്ല. കൊടുങ്കാറ്റ് കഴിഞ്ഞപ്പോൾ എല്ലാം ശാന്തമായി എന്ന് പറഞ്ഞതുപോലെയായിരുന്നു അവരുടെ അവസ്ഥ. വേറെ ഒന്നും അവരുടെ മുഖഭാവത്തില്ല. സാധാരണ രീതിയിൽ പെരുമാറി. ഞങ്ങൾ 2 പേരും കൂടെ പോയി സന്തോഷകരമായി തിരിച്ചു വരികയും ചെയ്തു. എനിക്കാണെങ്കിൽ പണം കിട്ടിയോയെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്നപ്പോഴേക്കും ഏകദേശം 1 ലക്ഷം രൂപ ക്യാഷായിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്നു മാഡം. സന്തോഷമായി വന്നു. എന്നെ ആ അനുഭവങ്ങൾ എപ്പോഴും മനസ്സിനുള്ളിലിട്ട് ഉറച്ചുകൊണ്ടിരുന്നു. പുള്ളിക്കാരി പക്ഷേ ആ വിഷയം സംസാരിച്ചിട്ടേ ഇല്ല. മറ്റു പല കാര്യങ്ങളും അമ്മ അറിയാതെ തന്നെ വിളിച്ച് സംസാരിക്കാറുണ്ട്. ഇനി പല സ്ഥലത്ത് പോകുന്നതും ചർച്ച ചെയ്യാറുണ്ട്. ഞാൻ ഒരു ദിവസം മനഃപൂർവ്വം ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആൻറ്റി പറഞ്ഞു, ഓ ഇനി അത് വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല, എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്താൽ മതി, നിനക്ക് നല്ല രീതിയിലുള്ള ഗുണമുണ്ടാകും. അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ആഗ്രഹങ്ങളുടെ 1% പോലും നിനക്ക് മീറ്റ് ചെയ്യാൻ പറ്റില്ല. ലൈറ്റ് ഹൗസിൽ കയറി കടലിലേക്ക് നോക്കാനാണ് ആൻറ്റിയുടെ ആഗ്രഹം, അല്ലാതെ കടൽ തീരത്ത് നിന്ന് കടലിലെ വെള്ളത്തിലേക്ക് നോക്കാനല്ല. മോന് മനസ്സിലായല്ലോ, ആ വിഷയം സംസാരിക്കാതിരിക്കുക എന്ന് പറഞ്ഞു. അന്ന് മുതൽ ഞാൻ അപമാനിതനായതുപോലെ എനിക്ക് തോന്നുകയാണ്. മിണ്ടുന്നുണ്ട്, പറയുന്നുണ്ട്, എന്ത് സഹായവും കിട്ടും. അതുകൊണ്ട് ആ ബന്ധം കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു ടൂർ പോകാൻ വിളിച്ചിരിക്കുകയാണ്. പക്ഷേ പണത്തിൻ്റെ കാര്യം ഓർക്കുമ്പോൾ പോകണം തോന്നുന്നുണ്ട്. അല്ലാതെ നോക്കുമ്പോൾ അവരെന്നെ കംപ്ലീറ്റ്ലി താഴ്ത്തി കിട്ടിയതുപോലെ എൻ്റെ മനസ്സിൽ വിഷമം തോന്നുന്നതാണ്. അങ്ങനെ വിഷമിക്കേണ്ട വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അവർ എന്ത് വെറൈറ്റി തേടിയാണ്, എന്താണ് അവരുടെ ലക്ഷ്യമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഉദാഹരണങ്ങളും അവരെ കാണിച്ചിട്ടുണ്ട്. നിങ്ങളുടെ കൺമുന്നിൽ വെച്ച് തന്നെ അവരുടെ എല്ലാ കാര്യങ്ങളും കണ്ടു. അതിനെല്ലാം കൂട്ടുനിന്ന് വന്നിട്ട് അവസാനം ഓക്കെ അവരേതോ ഒരു നിമിഷത്തിൽ ഈ പറഞ്ഞതുപോലെ ഹാങ് ഓവർ എന്തിലായിരിക്കാം. അതിപ്പോൾ അവർക്ക് അവരുടെ ഒരു കുസൃതി എന്ന് വിചാരിച്ചാൽ മതി. അത് നിങ്ങൾക്ക് ഹോപ്പ് തന്നു എന്നുള്ളത് വേറൊരു കാര്യം. പക്ഷേ അവർക്കതൊരു ഹോപ്പല്ല, അവരങ്ങനെയുള്ള രീതി വിചാരിച്ചിട്ടുമില്ല. നമുക്കൊരിക്കലും വേറെ ആളുടെ ഫീച്ചർ കിട്ടില്ല. ഞാനിപ്പോൾ ലോകസുന്ദരിയായിട്ടുള്ള ഏതെങ്കിലും സ്ത്രീയുടെ ഒരു ഫീച്ചർ എനിക്ക് കിട്ടണമെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് കഴിഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഒന്നുമില്ല. ഞാനിങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അവരതൊക്കെ ഒരു ടൈം പാസ്സായിട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ. അവർ തേടി നടക്കുന്നത് വേറെ വലിയ കാര്യങ്ങളാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഒട്ടി നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രയോജനമുണ്ടെങ്കിൽ അത് നല്ല കാര്യമൊന്നുമല്ല.
അത് വേണമെങ്കിൽ ഒരു വലിയ മാഡത്തിന് പേഴ്സണൽ അസിസ്റ്റൻറ്റ് അവരെ പറയുന്നതൊക്കെ കേട്ടനുസരിച്ച് നടക്കുന്ന ആളെ ഇപ്പോൾ അവർ കളിയാക്കിയെന്ന് പറഞ്ഞാൽ അത് സാരമില്ല എന്നുള്ള മൈൻഡ് സെറ്റപ്പ് ഉണ്ടെങ്കിലേ ഈ കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ആവുകയുള്ളൂ. അപ്പോൾ അവർ തേടി നടക്കുന്നത് വേറെന്തോ കാര്യമായതുകൊണ്ട് നിങ്ങളെ ഈ പറഞ്ഞ രീതിയിൽ അവോയ്ഡ് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് എന്താ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ ഭാര്യയോ കാമുകയോ ഒന്നും അല്ലല്ലോ. അപ്പം അവരൊക്കെ പറയുകയാണ് നമ്മളെ അടുത്തറിയാവുന്ന സ്നേഹം ഉള്ളിടത്ത് അങ്ങനെ പറഞ്ഞാൽ കുഴപ്പമില്ല. ഇതിപ്പോൾ അവരവരുടെ വേറെന്തോ കാര്യങ്ങൾ ഓർത്ത് എക്സ്പീരിയൻസ് ഓർത്ത് പറഞ്ഞതാണ്. അത് ചിലപ്പോൾ ശരിയായിരിക്കാം തെറ്റായിരിക്കാം. നമ്മളാണല്ലോ, നമ്മുടെ കാര്യങ്ങൾ കൊണ്ട് നമ്മളെ ജീവിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.